ഗുഡ് മോർണിംഗ്. 53 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1971 ശേഷം ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ സൈന്യം വീണ്ടും എത്തുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയുമായി ബംഗ്ലാദേശ് നല്ല ബന്ധത്തിലല്ല, പക്ഷേ പാകിസ്ഥാനുമായി ഭായ് ബന്ധമാണ്. അപ്പോൾ പാക് സൈന്യം ബംഗ്ലാദേശിലെത്തുമ്പോൾ അത് ഇന്ത്യക്ക് വലിയ ഭീഷണി നേരിടാനുള്ള സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയെ വേർതിരിച്ചിട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നത്. നിലവിലുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണകൂടം അവിടുത്തെ ജനങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു, പുരുഷന്മാരെയൊക്കെ കൊന്നു തള്ളുന്നു, വംശഹത്യ നടത്തുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അവിടെ പ്രതികരിക്കാനായിട്ട് ഒരു സായുധ സേന അല്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് മുക്തി ബാഹിനി എന്ന് പറഞ്ഞൊരു സേന ഉണ്ടാക്കുന്നു. അവർ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ ഇന്ത്യൻ ആർമി അവിടേക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ആർമി അവിടെ ചെന്ന് ഈ പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുകയാണ്. അങ്ങനെയാണ് 1971 ഒരു പ്രത്യേക മേഖല മാറ്റിയെടുക്കുന്നു. എന്നിട്ട് അതിന് ബംഗ്ലാദേശ് എന്ന് പേരിടുന്നു. ഒരു ഭരണാധികാരിയെ നിൽക്കുന്നു. ആ ഭരണാധികാരിയെ നൽകിയതിന് ശേഷവും ഇന്ത്യൻ സൈന്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്താ, ആ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അവിടുത്തെ സൈന്യത്തിന് എങ്ങനെ സേവനം നൽകണം, ഇതൊക്കെ സഹായം നൽകാനായിട്ട്. അങ്ങനെ ഇന്ത്യയുമായി എല്ലാ കാലത്തും നല്ല ബന്ധമാണ് ബംഗ്ലാദേശിനുണ്ടായിരുന്നത്. ബംഗ്ലാദേശുമായി നമുക്ക് വ്യാവസായിക ബന്ധങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഈ ഭരണാധികാരികൾ മാറി വരുമ്പോൾ ഈ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്കത് വലിയ പ്രശ്നമില്ല. കാരണം ഒരു വശത്ത് പാകിസ്ഥാൻ വലിയ ശത്രുവാണ്, മറുവശത്ത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ വലിയ ശത്രുവൊന്നുമില്ല. കാരണം അവരുടെ സൈന്യം എന്ന് പറയുന്നത് 40,000 മുതൽ 60,000 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഷേഖ് ഹസീന എന്ന് പറയുന്ന ഭരണകൂടത്തെ അമേരിക്കയുടെ സഹായത്തോടുകൂടി ജമാഅത്ത് ഇസ്ലാമിക്കാർ അട്ടിമറിക്കുന്നു. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, ഹിന്ദു വംശഹത്യ നടക്കുന്നു, ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു. ഷേഖ് ഹസീന രാജ്യം വിട്ടോടേണ്ടി വരും. ഈ രാജ്യം വിട്ടോടിയ ഷേഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയത്. മാത്രമല്ല, അവിടെ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ആളിനെ അവിടുത്തെ ചീഫ് അഡ്വൈസറായിട്ട് നിയമിക്കുന്നു. അപ്പോൾ നിലവിലൊരു പ്രധാനമന്ത്രി ഉണ്ടാവുകയും ആ പ്രധാനമന്ത്രി രാജിവെക്കാതിരിക്കുകയും ചെയ്താലും അവിടെ പ്രധാനമന്ത്രി ഉണ്ടെന്നാണ്. അപ്പോൾ അതിനെ മറികടക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ചീഫ് അഡ്വൈസർ എന്ന പോസ്റ്റിൽ മുഹമ്മദ് യൂനുസിനെ അവിടെ നിയോഗിച്ചു. ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും ബംഗ്ലാദേശ് അതിൻ്റെ വിച്ഛേദിച്ചിരിക്കണം. മാത്രവുമല്ല, ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയിലെ 3 സ്റ്റേറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാല ബംഗ്ലാദേശ് രൂപീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് യൂനുസിൻ്റെ അഡ്വൈസർ തന്നെ നേരിട്ട് രംഗത്ത് വരുന്നു. അപ്പം ആ ബന്ധത്തിൽ വലിയ വീഴ്ചയുണ്ടായി. ഈ സമയം കൃത്യമായി മുതലെടുത്ത് പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിലേക്ക് ചെല്ലുകയാണ്. എന്തിനാണെന്നറിയോ? ബംഗ്ലാദേശ് ആർമിക്ക് ഞങ്ങൾ പരിശീലനം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പാകിസ്ഥാൻ സൈന്യം അവിടെ ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുരാജ്യമുണ്ട്, മറുവശത്ത് ബംഗ്ലാദേശും ആ ബംഗ്ലാദേശിൻ്റെ കൂടെ പാകിസ്ഥാനും ചേരുമ്പോൾ 2 പാകിസ്ഥാനായി മാറുന്നു. അപ്പോൾ ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യാം, ഇതാണ് ശ്രമിക്കുന്നത്. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒപ്പം ബംഗ്ലാദേശിൽ ഭക്ഷണം കഴിക്കാൻ പോലും നിവർത്തിയില്ല. ഇന്ത്യയോട് 50,000 മെട്രിക് ടൺ അരി വേണമെന്നാണ് ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ മറ്റൊരു മന്ത്രി, അതായത് മറ്റൊരു അഡ്വൈസർ അവിടെ നിന്നിട്ട് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഇന്ത്യയെ തകർക്കണം, ഡൽഹി പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നു. അപ്പം ഉള്ള അവസരങ്ങൾ മുതലെടുക്കാനായിട്ട് പാകിസ്ഥാൻ ആർമി അവിടേക്ക് ചെല്ലുന്നു. ഷേഖ് ഹസീനയുടെ കാലം മുതൽ തന്നെ പാകിസ്ഥാനിലെ ഒരു കപ്പൽ പോലും അവിടുത്തെ തുറമുഖത്ത് അടുപ്പിക്കില്ലായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ അതുവഴി കപ്പൽ പോയാൽ ഇവിടെ അനുമതി നിഷേധിക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പം 1971 ബംഗ്ലാദേശ് രൂപീകൃതമായതിനു ശേഷം പാകിസ്ഥാനുമായിട്ട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ബന്ധവും ബംഗ്ലാദേശിനില്ല. ഇപ്പോൾ ഇന്ത്യയുമായുള്ള വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്ന പാകിസ്ഥാൻ നിലവിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇന്ത്യയോടുള്ള വിരോധം വർദ്ധിച്ചിരിക്കുന്നു. അവിടേക്ക് നുഴഞ്ഞു കയറി ഇരു രാജ്യങ്ങളും ഒന്നിച്ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്ത വരുന്നു. നമുക്ക് ബംഗ്ലാദേശിനെ ഒന്ന് നശിപ്പിക്കാനൊക്കെ 48 മണിക്കൂർ മതി, അത്രയും വലിയ ആർമി നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ നിർമ്മിക്കാൻ പോകുന്നു. ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് അമേരിക്കയാണ്. അപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമം നടത്തിയപ്പോൾ നാഷണൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിന് ചില മുന്നറിയിപ്പുകൾ അമേരിക്ക നൽകി. അതായത് ഈ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ NDCക്ക് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും, അതായത് അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് പോലും ഉപരോധം ഏർപ്പെടുത്തും. അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ വിടാനായിട്ട് ഇത്ര ദൂരപരിധി മതി. പക്ഷേ അതിനപ്പുറത്തേക്ക് അമേരിക്കയെ ലക്ഷ്യം വെച്ചിട്ടൊരു ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്നുവെന്ന് അവർ ഭയപ്പെടുന്നു. അപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ ചേർന്നാൽ ചില ചാരപ്രവർത്തികൾ, ചില മോശം പ്രവണതകളൊക്കെ തുടരുമെന്ന് അമേരിക്കയും തിരിച്ചറിയുന്നു. മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും പാകിസ്ഥാൻ ഭീഷണിയാകുന്നു. അപ്പോൾ പാകിസ്ഥാൻ ആരാണ് ഈ സഹായം നൽകുന്നത്? ചൈനയാണ്. എല്ലാ കാലത്തും ചൈനയായിരുന്നു ഈ ബംഗ്ലാദേശിന് കുറച്ച് സഹായമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാന് സഹായം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ
വരുത്താൻ വേണ്ടി ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരു വശത്ത് ഒന്നിക്കുന്നു. അപ്പുറത്ത് ചൈനയും അമേരിക്കയും തമ്മിലൊരു ശത്രുതയുണ്ട്. അപ്പോൾ അമേരിക്ക ഇടപെട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായത്തോടെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു. പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശിന് സൈനിക പരിശീലനം നൽകാനും അവരുടെ ആയുധങ്ങളുമായിട്ട് ചെല്ലണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക സൈനിക പിന്തുണ നൽകുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉള്ള ഒരു കൂട്ടുകെട്ട്, ചൈനയും പാകിസ്ഥാനും ഉള്ളൊരു കൂട്ടുകെട്ട് നടുക്ക് ബംഗ്ലാദേശിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാലം ബംഗ്ലാദേശിന് വേണ്ടാതിരുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരരുടെ ഒരു രാജ്യം ഇപ്പോൾ അവർക്ക് സഹായവുമായി ചെല്ലുകയാണ്. പാകിസ്ഥാനിൽ തന്നെ ആ രാജ്യത്ത് ഒരുപാട് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നു. ഈ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാന് മറ്റൊരു രാജ്യത്തെ സഹായിക്കാനാകുക? സാധാരണഗതിയിൽ പറ്റില്ല. അപ്പോൾ ഇത്രയും പൈസ ഇല്ലാത്ത സ്ഥിതിക്കും ഇവർ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. എവിടെ നിന്നാണ് അറിയുക? ചൈനയിൽ നിന്നും. അപ്പോൾ ചൈനയിൽ നിന്ന് യുദ്ധവിമാനം വാങ്ങുന്ന ആർക്ക് വേണ്ടി? ബംഗ്ലാദേശിലെത്തിക്കാൻ വേണ്ടി. അങ്ങനെ ബംഗ്ലാദേശിലെത്തിച്ചാൽ പാകിസ്ഥാൻ അവിടെ നിന്ന് ഇന്ത്യയെ ആക്രമിച്ചാലും എന്തു പറയും? ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിച്ചു എന്ന്. മാത്രമല്ല ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഒരു വലിയ അതിർത്തിയുണ്ട്. ആ അതിർത്തിയിൽ ഒന്നും തന്നെ നമ്മൾ അതിർത്തികളായിട്ട് വിഭജിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമി ഈ അതിർത്തി മേഖലകളിലൊന്നും സേവനം അനുഷ്ഠിക്കുന്നില്ല. കാരണം ബംഗ്ലാദേശിൽ നിന്ന് വലിയ ഭീഷണി ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? രോഹിംഗ്യൻ മുസ്ലിങ്ങളടക്കം ധാരാളമായി ഈ ബംഗ്ലാദേശിലേക്ക് ഓടി വരികയും, അതായത് മ്യാൻമറിൽ നിന്ന് ഓടി വരികയും ബംഗ്ലാദേശിൽ വലിയ പ്രശ്നമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ നമ്മുടെ ബംഗാൾ ആസാം അതിർത്തിയിലേക്ക് എത്തും. നിലവിൽ CPM സർക്കാർ, അതായത് ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന CPM സർക്കാർ ഈ ബംഗ്ലാദേശികളെ മുഴുവൻ സ്വീകരിക്കുകയും അവർക്ക് റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും ഒക്കെ കൊടുത്ത് നമ്മുടെ പൗരന്മാരാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് വന്ന മമതാ സർക്കാരും ഇതേ രീതി പിന്തുടരണം. അപ്പോൾ ബംഗ്ലാദേശികളായ നിരവധി ആളുകളെ കൊണ്ട് ബംഗാളിലെ പല ജില്ലകളും നിറഞ്ഞു. അപ്പോൾ ബംഗ്ലാദേശ് ആക്രമണത്തിന് മുതിർന്നാൽ ബംഗ്ലാദേശികളായ ഇപ്പോൾ ബംഗാളിൽ താമസിക്കുന്ന മുസ്ലിം ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ ആയുധം എടുത്തുകൊണ്ട് രംഗത്ത് വരും. മനസ്സിലായി? ബംഗ്ലാദേശിൽ കുറേ ആയുധമായിട്ട് ഈ ബംഗാളിലേക്ക് വരുന്നു, എന്നിട്ട് അവർക്ക് ആയുധം നൽകുന്നു, നിങ്ങൾ ഇഷ്ടമുള്ള പ്രവർത്തിച്ചോ എന്ന് വെച്ചാൽ അപ്പോൾ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും. ഇത് കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് കൃത്യമായി വിലയിരുത്തുകയും പാകിസ്ഥാൻ എന്തിനാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചില വിലയിരുത്തൽ നടത്തുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ ആർമി അവരുടെ സൈന്യവും ആയുധങ്ങളുമൊക്കെ ആയിട്ട് ചെല്ലുന്നത് ചൈനീസ് സഹായത്തോടെയാണെന്ന് NIA ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ഈ നീക്കം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചൈനയുടെ പിന്തുണയോടെയുള്ള പാകിസ്ഥാൻ നീക്കമാണെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ ഒരു പക്ഷേ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഈ ജോ ബൈഡൻ സർക്കാരാണ് ഭരണകൂടത്തെ, ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിച്ചത്. അപ്പോൾ ട്രംപ് വരുമ്പോൾ ഈ നിലപാടിൽ വലിയ മാറ്റമുണ്ടാകുകയും ശക്തമായ പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ബംഗ്ലാദേശും തിരിച്ചറിയുന്നു, അതായത് മുഹമ്മദ് യൂനിസ് തിരിച്ചറിയുന്നു, ഒപ്പം പാകിസ്ഥാനും തിരിച്ചറിയുന്നു. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ തീരുമാനം ഉണ്ടാകണം. അപ്പോൾ ട്രംപ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബംഗ്ലാദേശിനെയൊക്കെ അങ്ങ് തീർത്ത് കളയും, അറിയാൻ പറ്റില്ല, അല്ലെ പാകിസ്ഥാനെയൊക്കെ തീർത്ത് കളയും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും സപ്പോർട്ട് കിട്ടില്ല. മാത്രമല്ല നരേന്ദ്രമോദിയുമായിട്ടുള്ള നല്ല ബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമി പരമാവധി സമയം കൊണ്ട് മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ചില ആക്രമണ നടപടി നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അജിത് ഡോവലിനെ പോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഒരാൾ പാകിസ്ഥാനിൽ ഉൾപ്പെടെ വേഷം മാറി നടന്ന് ചാരപ്രവർത്തി ചെയ്തതാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാം. മ്യാൻമറിലടക്കം അദ്ദേഹം സൈനിക സേവനം ചെയ്തതാണ്. ആ ഭാഗത്തുനിന്ന് രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റം നമ്മുടെ രാജ്യത്തേക്ക് എങ്ങനെ ഉണ്ടാവുമെന്നും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ NIA ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഈ കൂട്ടായ്മ എത്രത്തോളം ഫലം ചെയ്തു നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും 1971 ശേഷം പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിലേക്ക് എത്തുന്നു. പാകിസ്ഥാൻ്റെ കപ്പലുകൾ ബംഗ്ലാദേശ് തുറമുഖത്ത് നങ്കൂരമിടുന്നു. ഇതൊക്കെ തന്നെ ഒരു അപായ സൂചനയാണ് നൽകുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശികൾ ഇന്ത്യക്ക് എതിരെ ഒരു ആക്രമണവുമായി മുന്നോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം തന്നെ ഈ ഭരണകൂടത്തെ മറിച്ചിട്ടിട്ട് ലോകത്ത് ഇസ്ലാമിക ഭരണം വരുത്തണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ആദ്യപടി അവർ ബംഗ്ലാദേശിൽ ഭരണം പിടിച്ചെടുക്കുന്നു. ഇനി ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. നമ്മളുടെ അടുത്ത് അംബാസിഡർ വഴി, അതായത് നയതന്ത്ര പ്രതിനിധി വഴി ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. മാത്രവുമല്ല ഷെയ്ഖ് ഹസീനെ വേണമെങ്കിൽ നമ്മൾ ആ രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയായി കുടിയിരുത്തും. ആരുടെ സഹായത്തോടെ? ഡൊണാൾഡ് ട്രംപിൻ്റെ സഹായത്തോടെ. അപ്പോൾ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഈ കള്ളക്കളി ഏതാണ്ട് വ്യക്തമാകുന്നില്ലേ? അപ്പം ഈ കള്ളക്കളിയുമായിട്ട് ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ശക്തമായ തന്നെ തിരിച്ചടി കൊടുക്കും. NIA ഈ കാര്യം വ്യക്തമായി നിരീക്ഷിക്കുന്നു. ഇന്ത്യൻ ആർമി ബംഗ്ലാദേശിൻ്റെ അതിർത്തികളിലേക്ക് നീങ്ങി തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ ഇനിയും ഇത്തരത്തിലൊരു കള്ളക്കളിയുമായിട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ തുടങ്ങിയതോടുകൂടി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ ഉപരോധങ്ങൾ വളരാനും പാകിസ്ഥാൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് തടസ്സമുണ്ടാക്കാനും ഇടയുണ്ട്.